2 സാമുവൽ അധ്യായം 16. ദാവീദും സീബയും. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോശെത്തിൻ്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവൻ്റെ അടുക്കൽ 2 കഴുതകളുണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്ക മുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്തു ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിൻ്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. സീബ മറുപടി പറഞ്ഞു, നിന്റെ യജമാനൻ്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫിബോശെത്തിനുള്ളതെല്ലാം നിൻ്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.